UDF അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗം. ആ യോഗം തർക്കത്തിലാണ് അവസാനിച്ചത്. ഭൂരിപക്ഷം MP-മാരും UDF-നാണ്. UDF MP-മാർ തമ്മിൽ തന്നെ അഭിപ്രായ ഭിന്നതയില്ല. ഒരു UDF MP ഇറങ്ങിപ്പോയി. 2 MP-മാർ, ഒരു മന്ത്രിയും MP-യും തമ്മിൽ വാക് തർക്കമുണ്ടായി. ഇതൊക്കെയാണ് നടന്നത് യോഗത്തിൽ. മന്ത്രിമാർ പങ്കെടുത്തില്ല. രണ്ടാമത്തെ അജണ്ട, യോഗത്തിലെ രണ്ടാമത്തെ അജണ്ട ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പ് മന്ത്രി യോഗത്തിൽ പങ്കെടുത്തില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി യോഗത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകണമല്ലോ MP-മാർക്ക്. അദ്ദേഹം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നോ? അദ്ദേഹത്തെ അറിയിച്ചില്ലേ? മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും എന്നതാണോ തീരുമാനം എന്നതിനെ കുറിച്ചൊന്നും ഒരു വിശദീകരണവും അവിടെ ഉണ്ടായില്ല എന്നാണ് MP-മാർ തന്നെ പറയുന്നത്. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത, കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും പ്രധാന പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന UDF ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. വന്യജീവിയുടെ ആക്രമണത്തിൽ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം 7ഓളം പേർ മരണപ്പെട്ട് കഴിഞ്ഞു. അത്തരമൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര നിയമത്തിൽ അതിൽ സമ്മർദ്ദം ചെലുത്തണം. അത്തരം വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് യോഗത്തിൽ. എന്നാൽ വന്യജീവി വകുപ്പ് മന്ത്രി യോഗത്തിൽ പങ്കെടുത്തില്ല. പിന്നെ എന്തിനാണ് ഈ യോഗം ചേർന്നത് എന്ന ചോദ്യവും യോഗത്തിൽ ഉയർന്നു വന്നു. അതിനിടയിലാണ് എയിംസ് വിഷയം കടന്നു വരുന്നത്. എയിംസ് വിഷയം കടന്നു വന്നപ്പോൾ ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു, ചീമേനിയിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, ചീമേനിയിലാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവിടത്തേക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം MP-മാർ എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോൾ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ചാടി എഴുന്നേറ്റു. അതെങ്ങനെയാണ്? കാഞ്ഞങ്ങാട് പെരിയയിലല്ലേ സ്ഥലം കണ്ടെത്തിയത് എന്ന ചോദ്യവുമായാണ് സ്ഥലം MP രാജ്മോഹൻ ഉണ്ണിത്താൻ ചാടി എഴുന്നേറ്റത്. 2 സ്ഥലവും കാസർഗോഡ് മണ്ഡലത്തിലാണ്. കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP-യാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം പെരിയയ്ക്ക് വേണ്ടി നിൽക്കുന്നു, ചീമേനിയെ തഴയുന്നു. ചീമേനിക്ക് വേണ്ടി K. മുരളീധരൻ നിൽക്കുന്നു. ഇതാണ് നാം കണ്ട കാഴ്ച. 2 പേരും തമ്മിൽ തർക്കമായി. അവസാനം അതിൽ ഒരു തീരുമാനം എത്തിയില്ല. മുഖ്യമന്ത്രി ഇടപെട്ട് അതിലൊരു തീരുമാനമാക്കിയതിനു ശേഷം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താം എന്ന അഭിപ്രായത്തോടുകൂടി അത് അവസാനിച്ചു. അതിനിടയിലാണ് VK ശ്രീകണ്ഠൻ കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. ഇപ്പോൾ കേരളത്തിലെ MP-മാർക്ക്, UDF-ന്റെ മന്ത്രിമാർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് ഒക്കെ LDF-നെ കുറ്റപ്പെടുത്തി, LDF സർക്കാരിനെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുക, ഇതാണ് അവരുടെ ഇപ്പോഴത്തെ പതിവ് രീതി. എന്നാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ് V. ശിവദാസൻ എഴുന്നേറ്റു. VK ശ്രീകണ്ഠൻ MP-യും V. ശിവദാസൻ MP-യും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അവിടെയും മുഖ്യമന്ത്രി ഇടപെട്ട് രംഗം ശാന്തമാക്കുകയാണ് ചെയ്തത്. ഇതിനിടയിലാണ് PV അബ്ദുൽ വഹാബ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പലതവണ അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് അവസരം നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം യോഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ ആകെ അലമ്പായി എന്നർത്ഥം. മന്ത്രിമാരില്ല, ചർച്ച ഫലപ്രദമായില്ല, മന്ത്രിയും MP-യും തമ്മിൽ തർക്കം, MLA-മാർ തമ്മിൽ തർക്കം. അങ്ങനെ തർക്കത്തിലാണ് യോഗം അവസാനിച്ചത്. അവസാനം ഒരു MP ഇറങ്ങിപ്പോവുകയും ചെയ്തു, സംസാരിക്കാൻ അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ച്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചേർന്ന ആദ്യത്തെ MP യോഗത്തിലെ പ്രശ്നമാണിതൊക്കെ. UDF-ന്റെ MP-മാരാണ് കൂടുതൽ. ആ MP-മാർ കേന്ദ്രത്തിൽ കൃത്യമായി സമ്മർദ്ദം ചെലുത്തിയാൽ കേരളത്തിൽ വലിയ നേട്ടമുണ്ടാകും. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ LDF സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ MP-മാരുടെ യോഗത്തിൽ കോൺഗ്രസ് MP-മാർ, UDF MP-മാർ പങ്കെടുക്കും. പക്ഷേ കേന്ദ്രത്തിൽ പോയ ശേഷം ഒരു ഇടപെടലും നടത്തില്ല. അതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. LDF-ന്റെ MP-മാർ UDF MP-മാരോടൊപ്പം ചേർന്ന് കേരളത്തിൻ്റെ പൊതു താൽപര്യം സംരക്ഷിക്കാൻ നിൽക്കും, ഒന്നിച്ചു നിൽക്കും എന്ന ഉറപ്പ് യോഗത്തിൽ V. ശിവദാസൻ കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് MP-മാർ തന്നെ പറയുന്നത്. കഴിഞ്ഞ കാലത്ത് എന്താണോ UDF MP-മാർ കാട്ടിയത് ആ വഴിക്കല്ല ഞങ്ങൾ, കേരളത്തിലെ താല്പര്യത്തിനോടൊപ്പമാണ്, അതിൽ രാഷ്ട്രീയം നോക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് കോൺഗ്രസ് MP-മാർ തന്നെ പറയുന്നത്. പക്ഷേ UDF-ലെ MP-മാർ തമ്മിൽ യോജിപ്പെത്താൻ കഴിയുന്നില്ല. പല വിഷയങ്ങളിലും മന്ത്രിയും MP-യും തമ്മിൽ തർക്കം. ആ തർക്കത്തിനൊടുവിൽ യോഗം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ ഉറക്കെ സംസാരിക്കുന്ന ശബ്ദം പുറത്ത് മാധ്യമപ്രവർത്തകർ കേട്ടു. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ MP-മാർ അത് സംബന്ധിച്ച് ഒന്നും പറയാൻ തയ്യാറായില്ല എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ ആകെ അലമ്പ് എന്നർത്ഥം. അതാണ് MP-മാരുടെ യോഗത്തിൽ സംഭവിച്ചത്.